നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിലെ ചില പ്രീവിയസ് ചോദ്യങ്ങളാണ്. നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാവുന്ന പല മേഖലകളിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു മേഖല എന്നില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു പരീക്ഷയിലും അതുപോലെ തന്നെ 1-2 പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. All the girls left early. ആൻസർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ടാഗ് ക്വസ്റ്റ്യനുമായിട്ട് ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് നമുക്കറിയാം. ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ ഓൾ ദ ഗേൾസ് ലെഫ്റ്റ് ഏർലി, അതിലെ വേർബിനെ ഒന്ന് നോക്കുക. ഏതാണ് വേർബ് എന്ന് പറയുന്നത്? ലെഫ്റ്റ് ആണ് അല്ലെ. ലെഫ്റ്റ് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. ലെഫ്റ്റ് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റിലായതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗും എന്തിലായിരിക്കണം? പാസ്റ്റിലായിരിക്കണം. ഇവിടെ ഡോണ്ട്, ഡു എന്നുള്ളത് പാസ്റ്റ് ഫോം ആണോ? അല്ല. അപ്പൊ അതെന്തല്ല? ശരി അല്ല. ഡിഡ് എന്താണ്? പാസ്റ്റ് ഫോം ആണ്. ഡസ് പാസ്റ്റ് അല്ല. ഡസിന്റും എന്തല്ല? പാസ്റ്റ് അല്ല. അപ്പൊ എങ്ങനെ തന്നെ നമുക്ക് ഒറ്റതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റി? കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ വേറെ നോക്കാം. ഓൾ ദ ഗേൾസ് ആണ് അല്ലെ. ഗേൾസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇറ്റ് എന്നുള്ളത് എന്ത് ചെയ്യില്ല? വരില്ല. ഇറ്റ് വരില്ല. ആണോ? ഇറ്റ് വരുമോ ഗേൾസിന്? ഇല്ല. സോ എന്താണ്? ഇത് രണ്ടെണ്ണവും ഉറപ്പായിട്ടും അല്ല എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഡോണ്ട് ദേ, ഡിഡിന്റ് ദേ എന്നായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡിഡ് അല്ലെ. ഡിഡ് എന്നുള്ളത് എന്താണ്? പാസ്റ്റ്. ഇവിടെ സെന്റൻസ് നമ്മൾക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയാൽ, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഡിഡിനോടൊപ്പം എന്തു കൂടെ വേണം? നോട്ട് കൂടെ വേണം അല്ലെ. ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിന്റ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ഡിഡിന്റ്. പിന്നെ ഓൾ ദ ഗേൾസ്, ഗേൾസ് എന്താണ്? പ്ലൂറൽ ആണ്. സോ എന്താണ്? ദേ അല്ലെ. അപ്പൊ എന്താണ് ആൻസർ? ഡിഡിന്റ് ദേ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് 4 ഓപ്ഷനിൽ ഏതൊക്കെ സാധ്യത ഇല്ല എന്നുള്ളത് ആദ്യം നോക്കുക. ഇറ്റ് അതുപോലെ തന്നെ ഡസ് എന്നുള്ളത് പ്രസന്റിലാണ്. സോ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, 2 ക്യാൻസൽ ചെയ്തു. പിന്നെ കൺഫ്യൂഷൻ വരുന്നത് ഡോണ്ടും ഡിഡും ആയിരിക്കും. ഡു വരില്ല, കാരണം ഡു എന്നുള്ളത് എന്തല്ല? പാസ്റ്റ് ഫോം അല്ല, ഡിഡ് ആണ് വരുന്നത്. സോ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡിഡിന്റ് ദേ. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രുതി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് സ്കൂൾ ഡാഷ് 10 years. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ കൃത്യമായിട്ട് എന്തുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷൻ 10 വർഷത്തോളമായി ശ്രുതി ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ശ്രുതി ഹാസ് ബീൻ വർക്കിംഗ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഒക്കെയാണ് നമ്മൾ കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നത്? ഫോറും സിൻസും ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇവിടെ ഫോർ 10 years എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. എന്തുകൊണ്ട് ഫ്രം വന്നില്ല? ശ്രുതി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദി സ്കൂൾ. ഫ്രം എന്തുകൊണ്ട് വന്നില്ല? ഫ്രം എപ്പോ തൊട്ടിട്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള എന്തുണ്ടാകണം? ഒരു ഡേറ്റോ കാര്യങ്ങളോ. അതുപോലെ തന്നെ സിൻസ് ആണെങ്കിൽ ഈ 10 years എന്നുള്ളതിന് പകരം ഡാഷ് ഫ്രം ഡാഷ് സിൻസ് 1947 കൃത്യമായിട്ടൊരു ഇയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അവിടെ സിൻസ്. ഇപ്പൊ നമുക്ക് സിൻസ് വെച്ചിട്ട് എങ്ങനെ ഇതിനൊന്ന് മാറ്റി എഴുതാം? ശ്രുതി ഹാസ്
been working in this school, in this school since 2002 മുതൽ അവൾ ഇവിടെ എന്ത് ചെയ്യാണ്? ജോലി ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഏതാണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ? 4 മീൻസ് എന്താണ്? ഒരു പീരിയഡ്, ഇത്ര വർഷം, 4 days അല്ലെ, for 5 days, for 3 months എന്നുള്ളത് ആ ഡ്യൂറേഷൻ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫോർ. സിൻസ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്ത്? സിൻസ് ജൂലൈ അല്ലെ, മന്ത്, ഇയർ, അങ്ങനെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. അപ്പോൾ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, pick out the word that has primary stress on the second syllable. Stress and വേർഡ് സ്ട്രെസ് ഒക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. തന്നിരിക്കുന്ന വാക്കുകളിൽ സെക്കൻഡ് സിലബിളിൽ എന്ത് വരുന്ന സ്ട്രെസ് വരുന്ന, പ്രൈമറി സ്ട്രെസ് വരുന്ന വാക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നമുക്കറിയാം എന്താണ് ഈ വേർഡ് സ്ട്രെസ്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ ശരിക്കും എല്ലാ വാക്കുകളും ഒരേപോലെ അല്ല എന്ത് ചെയ്യാറുള്ളത്? സ്ട്രെസ് കൊടുക്കാറ്. വാക്കല്ല, സിലബിൾ. അപ്പൊ ആദ്യമായി നമുക്ക് സിലബിൾ എന്താണ് എന്നുള്ളത് അറിയണം അല്ലെ. ഇപ്പൊ റെപ്രസെന്റ്, എത്ര സിലബിൾ ആണ് ഇതുള്ളത്? 1, 2, 3. ട്രൈസിലബിക് എന്ന് പറയും. 3 സിലബിൾ വരുന്ന വാക്കുകളെ നമ്മൾ എന്താ പറയുന്നത്? ട്രൈസിലബിക് വേർഡ്സ്. അപ്പൊ ഇതിൽ എത്ര ഉണ്ട്? 3 സിലബിൾസ് ഉണ്ട്. ഈ 3 സിലബിളിലും നമ്മൾ ഒരുപോലെയാണോ വേർഡ് സ്ട്രെസ് കൊടുക്കുന്നത്? അല്ല, വ്യത്യസ്തമാണ് അല്ലെ. റെപ്രസെന്റ് എന്നുള്ളത് ഇതില് രണ്ടാമത്തതിൽ സ്ട്രെസ് വരുന്നത് എവിടെ? രണ്ടാമത്തെ സിലബിളില്. ഇതില് ഒറിജിനൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? ഒറിജിനൽ. അല്ലേ? അപ്പൊ സ്ട്രെസ് എവിടെയാ വരുന്നത്? ഒറിജിനൽ. ജിയിലാണ് എന്ത് വരുന്നത്? സ്ട്രെസ് വരുന്നത്. അപ്പൊ സെക്കൻഡ് സിലബിളിലാണ് എന്ത് വരുന്നത്? സ്ട്രെസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഉത്തരത്തിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒറിജിനൽ. അപ്പൊ ആദ്യം സിലബിളുകൾ എന്താണെന്ന് പഠിക്കാം. മോണോസിലബിക് വേർഡ്സ് ഉണ്ട്, ഡൈസിലബിക് വേർഡ്സ് ഉണ്ട്, ട്രൈസിലബിക് ഉണ്ട്, പോളി ഉണ്ട്. എന്താ മോണോസിലബിക് എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഒരൊറ്റ ഇതിൽ മാത്രം നമ്മൾ പറയുന്നത് സ്ട്രെസ് 1 അല്ലെ. ഇതിനെ നമ്മള് 1 ഇങ്ങനെ പറയാലോ, 1. അപ്പൊ എന്താണ്? ഒരൊറ്റ സിലബിൾ മാത്രമാണ് അതിൽ വരുന്നുള്ളൂ. എഗോ 2 സിലബിൾ വരുന്നുണ്ട് അല്ലെ. പിന്നെ ഇപ്പൊ നമ്മൾ റെപ്രസെന്റ്, ഒറിജിനൽ, ഇതൊക്കെ എന്താണ്? ട്രൈസിലബിക് വേർഡ്സ് ആണ്. കൂടുതൽ സിലബിളുകൾ വരികയാണെങ്കിൽ അതെന്താണ്? പോളിസിലബിക് ആണ്. അപ്പൊ സൗണ്ട് റിലേറ്റഡ് ആയിട്ടും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ പരീക്ഷയ്ക്ക് എന്താകണം? ചോദിക്കും എന്നുള്ള രീതിയിൽ തന്നെ തയ്യാറെടുത്തിരിക്കണം കേട്ടോ. അപ്പൊ വേർഡ് സ്ട്രെസ്, സിലബിളുകളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. Then the minimal meaningful unit in the grammatical structure of language is. ഒരു ഭാഷ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ചെറിയ മീനിങ്ഫുൾ ആയിട്ടുള്ള വാക്കുകളെ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഏതാണ്? നമ്മൾ കുറെ തവണ ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? പറഞ്ഞിട്ടുള്ളതാണ്. മോർഫീം ഈസ് ദ റൈറ്റ് ആൻസർ. മിനിമൽ മീനിങ്ഫുൾ യൂണിറ്റ് ഇൻ ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ. ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഏറ്റവും മിനിമം യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മോർഫീം അല്ലെ. ഫൊണീം ഒക്കെ നമുക്കറിയാം. എന്താണ് ഫൊണീം എന്ന് വെച്ച് കഴിഞ്ഞാല്? സൗണ്ട് ആണ് അല്ലെ. ഏറ്റവും ചെറിയ സൗണ്ടുകൾ, ഏറ്റവും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആൽഫബറ്റ്സിനെയും കാര്യങ്ങളെ, സൗണ്ടുകളെ ഒക്കെ നമ്മൾ എന്ത് വിളിക്കും? ഫൊണീംസ് എന്ന് വിളിക്കും. മീനിങ്ഫുൾ ആയിട്ടുള്ള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഏതാണ്? മോർഫീം ആണ്. നെക്സ്റ്റ്, which of the following is an example of palindrome? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എന്താണ് പാലിൻഡ്രോം? എന്താണ് എന്ന് നമുക്ക് അതിനറിയണം അല്ലെ. പാലിൻഡ്രോം എന്നുള്ള വേർഡ് എന്താണ്? പാലിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴും സ്പെല്ലിംഗ് ഒരേപോലെ ആയിരിക്കണം, തിരിച്ച് ഇവിടുന്ന് വരുന്ന സമയത്തും സ്പെല്ലിംഗ് ഒരേപോലെ ആയിരിക്കണം. ഇതില് ഏതാണ് അതിനുള്ള ഉത്തരം? മാഡം. MADAM. മാഡം. തിരിച്ചു നോക്കൂ. MADAM.
ഏതാണ് ഇതെന്ന് പറയുന്നത്? പാലിൻഡ്രോം. ബാക്കിയുള്ളതൊന്നും അതുപോലെ ഇല്ല. ആദം ഇല്ലല്ലോ, MAD ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? M ആണ്. അപ്പൊ അതല്ല പാലിൻഡ്രോം. DAM ആണ്. തിരിച്ചു വരുമ്പോൾ മാഡ് ആകും. മാഡ് എന്തായി മാറും? ഡാം ആയിട്ട് മാറും അല്ലെ. നമ്മൾ പാലിൻഡ്രോമിനൊക്കെ എപ്പോഴും പറയുന്ന ഉദാഹരണങ്ങൾ കുറെ എണ്ണുണ്ട് അല്ലെ. ഏതാണ്? മലയാളം എന്ന് പറയാൻ MALAYA മല അല്ലെ. LAM. ഇവിടുന്ന് തിരിച്ചു നോക്കുമ്പോ MALAYALAM മലയാളം. ഇതൊക്കെ പാലിൻഡ്രോം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഒരേ സ്പെല്ലിംഗ് ആയിരിക്കും, തിരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ഒരേ സ്പെല്ലിംഗ് ആയിരിക്കും. റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പാലിൻഡ്രോം എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എയിം സ്റ്റഡി സെന്ററിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് അല്ലെ. കെറ്ററ്റിലും LPUP, ജനറൽ PSC ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ എയിം സ്റ്റഡി സെന്റർ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തില് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് LPUPയില് കെറ്ററ്റിലുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കെറ്ററ്റൊക്കെ 450-ലധികം ആളുകളാണ്, LPUP 250-ലധികം ആളുകളെയും. അപ്പൊ ഇത് ജനറൽ PSCയിൽ ഒരുപാട് ആളുകൾ നമ്മളുടെ സെന്ററിൽ നിന്നും സ്റ്റഡി സെന്ററിൽ നിന്നും പഠിച്ചിറങ്ങിക്കൊണ്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാകാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. നെക്സ്റ്റ്, could you please inform the police? This is an example for could you please inform. കുഡും പ്ലീസും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ആരും കുഡും പ്ലീസും ഒന്നും വെച്ചിട്ട് അഡ്വൈസ് ഒന്നും കൊടുക്കാറില്ല അല്ലെ. അഡ്വൈസ് കൊടുക്കാറുണ്ടോ? ഒരു അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുഡ്, പ്ലീസ് ഇതൊക്കെയാണ് അഡ്വൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? അല്ല, അതെന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ. കുഡ് യു പ്ലീസ് എന്നൊക്കെ വരുന്നത് എന്താണ്? റിക്വസ്റ്റ് ആണ്. കമാൻഡ് അല്ല, ഒപ്പീനിയനും അല്ല. സോ ഏതാണ്? റിക്വസ്റ്റ് ആണ്. Could you please inform the police എന്നുള്ളത് എന്താണ്? റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റിനുള്ള എക്സാമ്പിൾ ആണ്. If I had enough money, എനിക്ക് എന്താണ് ആവശ്യത്തിന് എന്തുണ്ടായിരുന്നെങ്കിൽ? പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ. I will build a new house. I will, ഞാൻ, വില്ല് വരില്ല. ഇഫ് അല്ലെ, അറിയാം നമുക്ക്. സോ ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹൗസ് തെറ്റാണ്. ഞാനൊരു വീട് കെട്ടിയേനെ എന്നുള്ളതല്ലേ. ഐ വുഡ് ഹാവ് ബിൽഡ് എ ന്യൂ ഹൗസ്. ഐ വുഡ് ഹാവ് ബിൽഡ് അല്ലെ. ഹാഡ് enough money, എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ I would have built a new house. Option C is the right answer. ഇതിൽ വില്ലുണ്ട്, വില്ല് ഒരിക്കലും വരില്ല. If I had എന്ന് പറയുമ്പോൾ if ക്ലോസിൽ എന്താണ്? would ആണ് വരുന്നത്. ഇവിടെ എന്താണ്? have വരണം, would have വരണം. അപ്പൊ വുഡിൽ വരുന്നത് ഹാവ് വരുന്നത് ഓപ്ഷൻ C മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. വേറെ ഒന്നും നമ്മൾ ആ ഫോമാറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. നെക്സ്റ്റ്, ആസ് സൂൺ ആസ് ഐ മെൻഷൻഡ് മണി, കിരൺ വാസ് all ears. What does the idiom all ears means? all ears എന്നുള്ള ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് അല്ലെ? എന്താണ് all ears? ഇഡിയം, ഫ്രേസൽ വെർബ് ഒക്കെ ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. all ears എന്ന് വെച്ച് കഴിഞ്ഞാൽ eager to listen. all earsന്റെ അർത്ഥം എന്താണ്? eager to listen എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വളരെയധികം എന്ത് ചെയ്യൂ? ശ്രദ്ധിക്കുക. ഞാൻ പണത്തിനെ കുറിച്ച് എപ്പോ മെൻഷൻ ചെയ്തോ കിരൺ എന്താണ്? അയാളുടെ മുഴുവൻ ചെവിയും തന്നു എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. eager to listen, ഞാൻ പറയുന്നത് അവൻ വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്തു? കേട്ടു എന്നുള്ളത്. അപ്പൊ all ears എന്നുള്ള ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? eager to listen. ഓക്കെ, നമ്മളിവിടെ മെറ്റോണമി എന്നുള്ളതിന്റെ മുൻപ് നമ്മളൊരു ചോദ്യം പഠിച്ചായിരുന്നു. മെറ്റോണമിയില് ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്നുള്ള പ്ലേയില് അതിൽ പറയുന്നുണ്ട് അല്ലെ, ഫ്രണ്ട്സ്, കൺട്രിമെൻ ആൻഡ് റോമൻസ്, lend me your ear എന്ന് പറയുന്നുണ്ട്. lend me your ear. lend me your ear എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെവി എനിക്ക് തരൂ എന്നുള്ളതല്ല. എന്താണ് lend me your ear എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? listen to me എന്നാണ് അർത്ഥം അല്ലെ, ശ്രദ്ധിക്കൂ എന്നുള്ളത്. സോ lend me your ear എന്നുള്ളത് എന്താണ്?
ഒരു ഫ്രേതാണ്, ഇഡിയമാണ്. സോ ലിസൺ ടു മീ എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ഓൾ ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈഗർ ടു ലിസൺ. ദെൻ ഇവിടെ ബൈലേബിയൽ പ്ലോസീവ്സ് ആർ ദ 15th ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലെ. ബൈലേബിയൽ എന്താ പറയാ പ്ലോസീവ്സ്. ഇതിൽ ബൈലേബിയൽ പ്ലോസീവ്സിന് എക്സാമ്പിൾ ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബിയും പിയുമാണ് ബൈലേബിയൽ പ്ലോസീവ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ബൈലേബിയൽ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫോണോയിംസും ഫോണറ്റിക്സും ഒക്കെ ധാരാളം പഠിക്കാനുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഉത്തരത്തിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഇവിടെ നമ്മൾക്കിപ്പോ പ്ലോസീവ്സ് എന്നൊക്കെ പറയുമ്പോൾ ബൈലേബിയൽ പ്ലോസീവ്സ്, വോയിസ്ലെസ് പ്ലോസീവ്സ് അല്ലെ, വോയിസ്ഡ് പ്ലോസീവ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോയിസ്ലെസ് പ്ലോസീവ്സ്, വോയിസ്ലെസ് പ്ലോസീവ്സ്. ഇവിടെ വോയിസ്ലെസ് പ്ലോസീവ്സിന് ഉദാഹരണമാണ് പി. വോയിസ്ഡ് പ്ലോസീവ്സിന് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് ബി. വോയിസ്ലെസ് പ്ലോസീവ്സിന്റെ എക്സാമ്പിൾ എന്താണ്? പിയും. വോയിസ്ഡ് പ്ലോസീവ്സിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ബി. ഈ ബൈലേബിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു? ദ അപ്പർ ലോവർ ലിപ്സ് മേക്ക് കോണ്ടാക്ട്. ബൈലേബിയൽ പ്ലോസീവ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അപ്പർ ആൻഡ് ലോവർ ലിപ്സ് മേക്ക് കോണ്ടാക്ട്. ഓർക്കുക, അപ്പർ ആൻഡ് ലോവർ ലിപ്സ് മേക്ക് കോണ്ടാക്ട്. ഇപ്പൊ ബി എന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. നമ്മുടെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും എന്തിൽ വരുന്നുണ്ട്? കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ പി എന്താണ്? അപ്പർ ലിപ്പും ലോവർ ലിപ്പും കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അതാണ് ബൈലേബിയൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്ലോസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബിക്കോസ് എക്സ്പ്ലോസീവ്, അതായത് റിലീസ് ഓഫ് എയർ ഔട്ട് ഓഫ് ദി മൗത്ത്. അപ്പൊ എന്താണ് ബൈലേബിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അപ്പർ ആൻഡ് ലോവർ ലിപ്സ് മേക്ക് കോണ്ടാക്ട്. Plosive because of the explosive release of air out of the mouth. അങ്ങനെയാണ് ബൈലേബിയൽ പ്ലോസീവ്സ്. അതായത് പിയും ബിയുമാണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഉത്തരം അല്ലെ. പി എന്ന് പറയാനുള്ള കാരണം എന്താണ്? There is, അത് voiceless ആണ് എന്ന് പറയാനുള്ള കാരണം there is a complete stoppage of the air before an explosive release of the air out of the mouth. അല്ലേ, നമ്മള് ബിയും പിയും ഒക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ബി ഒക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് വോയിസ്ഡ് ആണ്. കാരണം നമ്മൾ ബി രണ്ട് ലിപ്പുകളും എന്ത് വന്നു, അടുത്ത് വന്നു. പക്ഷെ എയർ പുറത്തേക്ക് പോകുന്നതിന് മുൻപ്, റിലീസ് ചെയ്യുന്നതിന് മുൻപ് എന്തുണ്ടായി? എയറിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് മൗത്തിൽ നിന്നും എയർ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഓൺലി ഡിഫറൻസ്, പിയും ബിയും തമ്മിലുള്ള ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് വോയിസ്ലെസ് ആണ്, വേറെണ്ണം എന്താണ്, വോയിസ്ഡ് ആണ്. വോയിസ്ലെസ് മീൻസ് സ്റ്റോപ്പേജ് ഓഫ് എയർ, പി. ദെൻ ബി അല്ലെ, ആ രണ്ട് ലിപ്പുകളും ഒക്കെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. സോ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും